സ്വാമിയെ ശരണായ്യപ്പ. ഓം ദുർജടായ നമ. അതായത് നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ പിക്ചർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എന്തോ ആയിക്കോട്ടെ, ചിലവർ ചിരിക്കും, ചിലവർക്ക് അത്ര ചിറിയൊന്നും വരില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോൾ ഇത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരാളുടെ കൂടെ ജോലിക്ക് പോയി. അപ്പോൾ അവിടെ ഒരു സിംഹം വാഴുന്നുണ്ട് അത്ര. അപ്പോൾ അദ്ദേഹത്തിനെ ആ നാട്ടിൽ കാണാൻ കിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു മഹാസിംഹമാണ്. അപ്പോൾ ഈ സിംഹക്കുട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വിമാനം ഇങ്ങനെ പറന്നുപോയി. അപ്പോൾ അന്തം വിട്ടിട്ട് മേലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമാനത്തിൻ്റെ പുകയൊന്നുമല്ല, നമ്മളെ ബേസിലെ ബിരിയാണി ബേസിൻ്റെ വലുപ്പത്തിൽ അത്യാവശ്യം കറക്റ്റ് അളവ് നിലത്തിരുന്ന് നോക്കുകയാണെങ്കിൽ ഒരു അളവ് കിട്ടില്ല. കറക്റ്റ് പ്ലാറ്റിനാന്ന് പറയില്ല, വെള്ളിയല്ല പ്ലാറ്റിനം, അതേ കളറിൽ ബിരിയാണി ബേസ് രണ്ടെണ്ണം കൗത്തി വെച്ച ഒരു രൂപം ഉണ്ടാവില്ലേ, തളിക, അത് വിമാനത്തിൻ്റെ പിന്നിൽ പോകുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ അന്തം വിട്ടിരുന്നത്. അപ്പോൾ അതിന് പറ്റിയ നാടുമല്ല, അതിന് പറ്റിയ സ്ഥലമല്ല. വിമാനത്തിൻ്റെ പുക പോണത് എനിക്കറിയാം, അത് ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ അതൊരു സിംഹമായിരുന്നു. അപ്പോൾ അറിയാലോ, മാൻകുട്ടിയെ എല്ലാ സിംഹങ്ങളും ആക്രമിക്കൽ പതിവില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഏത് കാട്ടിൽ കയറി കഴിഞ്ഞാലും പലതരം കൊമ്പുകളുണ്ടാവും. അതുകൊണ്ടൊന്നും കത്തി ഉണ്ടാക്കി നടക്കലും പതിവില്ല. നമുക്ക് പഴയ കത്തിയ ഇഷ്ടം. അതായത് നല്ല കരിവീട്ടിയുണ്ട് ഇരുന്ന് നെയ്സിൽ വരഞ്ഞുണ്ടാക്കിയിട്ട് പിടുത്തം പോകരുത് കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ വരിക്കാരോട് പറയുകയാണ്, എല്ലാം മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട്. മുകളിലിരുന്ന് പിന്നെ ഒരു അതിശയം കൂടിയും പറയാം. ഒരു പരുന്തുണ്ട് എൻ്റെ കൂടെ. ഞാനിവിടെ അങ്ങനെ സമയം ചിലവഴിക്കുക, ചിലപ്പോൾ വെറുതെ അങ്ങോട്ടും കൂടെ ഒക്കെ നടക്കും. അപ്പോൾ ഈ പരുന്ത് ശ്രീകൃഷ്ണ പരുന്താണ്. ആ പരുന്ത് എൻ്റെ കൂടെ വരും. ഞാൻ എവിടേക്ക് പോകണു അവിടേക്ക് വരും. ആ പരുന്ത് നടന്ന് എത്ര ദൂരം താണ്ടി കഴിഞ്ഞാലും കൂടെ വരും. കൂടെ വന്നിട്ട് ഇവിടുന്ന് കണ്ട ആളാണോ എന്ന് ഞാൻ മനസ്സിലാക്കുക എങ്ങനെ അറിയാം. ഇടത്തെ പുറത്തെ ചിറക് ഒരു 2, 3, 4 തൂവല് കൊഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം എനിക്കൊരു സംശയം, നീ എന്തിനാ എൻ്റെ പിന്നാലെ നടക്കണത്? എന്തിന് നീ എൻ്റെ പിന്നാലെ നടക്കണോ, എൻ്റെ പിറകെ നടക്കണോ? അപ്പോൾ നീ തന്നെയാണോ അതോ നിൻ്റെ വകുപ്പ് പെട്ട ഒരാളാണോ, ആരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ ഒന്നുകൂടി താന്ന് പറന്ന് കാണിച്ചു തരും. ആ ഇടത്തെ ചിറകല്ലേ കണക്ക്, അതന്നെ ഞാൻ അവിടുന്ന് തന്നെ നോക്കൽ തുടങ്ങിയതാണ്. ഞാൻ തന്നെയാണ് എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് അത് എത്ര ദൂരം വേണമെങ്കിലും വരും. ഒറിജിനലായിട്ട് നടക്കാനും നീക്കാനും കഴിയുക. അതല്ലെങ്കിൽ ആളിൽ ഏറി വരും. അത് പിന്നെ എങ്ങനെയാണ് അറിയണവർക്കറിയാം. ആളിൽ ഏറി വരുംണ്ടാന്നാ പറയുക. അപ്പോൾ എല്ലാവർക്കും മകരജ്യോതി കാണാൻ കാത്തിരിക്കുക. മനസ്സിലായില്ലേ? മകരസംക്രമ ദീപാവലിതൻ പൊൻകതിർ പ്രഭയേന്തി മനസ്സിനുള്ളിൽ മണികണ്ട നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ നിറഞ്ഞു കവിയും നിൻമൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം ഉണർന്നു പാടും. തമസോമ ജ്യോതിർഗമയ മൃത്യോർമ്മ അമൃതം ഗമയ. ഓർമ്മ അമൃതം ഗമയ. ഓം ജല നിഭായ നമ. ഓം ജലാദിവാസായ നമ. സ്വാമി ശരണം.